നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അല്ലേ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് എന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാറ്. നീറ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂൾ എക്സാംസ് പോലെയല്ല. നീറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് 1 മാർക്ക് എക്സ്ട്രാ കിട്ടിയാലും നിങ്ങളുടെ റാങ്ക് അത്രയും ഹൈയിലേക്ക് പോവാം. 1 മാർക്ക് നിങ്ങൾക്ക് അതിന് കുറവ് കിട്ടിയാലും നിങ്ങളുടെ റാങ്ക് അത്രയും കുറവിലേക്കും വരാം. എങ്ങനെയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒക്കെ പെർസെൻറ്റേജ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ മക്കളെ, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ? എല്ലാവരും നീറ്റ് എക്സാം ഒക്കെ നമ്മുടെ പബ്ലിക് എക്സാംസ് കഴിഞ്ഞു, നമ്മുടെ സ്കൂൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അല്ലേ. നിങ്ങൾക്ക് കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാവിധ സപ്പോർട്ടുകളായിട്ട് ഞങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നീറ്റ് എക്സാമിന് നമ്മൾ ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം കെമിസ്ട്രി വന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനെയാണ് സ്വതുവേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് എന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാറ്. 11th 12th എന്ന് പറയാതെ എല്ലാം കൂടി ഒരുമിച്ച് ഫിസിക്കലായിട്ടും, ഏതൊക്കെയാണ് ഫിസിക്കലിൽ വരുന്നത് അതായിട്ടും, ഇൻഓർഗാനിക് ആയിട്ടും ഓർഗാനിക്കും ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒക്കെ പെർസെൻറ്റേജ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മക്കളെ, നിങ്ങൾക്കറിയാം +1 ഉം +2 എടുത്ത് നോക്കുമ്പോൾ +2 ഹാഫ് ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 ചാപ്റ്ററിൽ 11 ചാപ്റ്ററിൽ 5 ചാപ്റ്ററും അല്ലെങ്കിൽ ഒരു പകുതിയിലധികം ചാപ്റ്ററും എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നീറ്റ് പ്രിപ്പറേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. 33%, ഓൾമോസ്റ്റ് 33% ഓർഗാനിക് കെമിസ്ട്രി. അത് എന്താ പറയുക, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. ഓർഗാനിക് കെമിസ്ട്രി എടുത്ത് കുറേ പേര് ചോദിക്കാറുള്ളതാണ്, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സ്കോർ കിട്ടുമോ മിസ് ചെയ്യുന്നത്. മക്കളെ, നീറ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂൾ എക്സാംസ് പോലെയല്ല. നീറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് 1 മാർക്ക് എക്സ്ട്രാ കിട്ടിയാലും നിങ്ങളുടെ റാങ്ക് അത്രയും ഹൈയിലേക്ക് പോവാം. 1 മാർക്ക് നിങ്ങൾക്ക് അതിന് കുറവ് കിട്ടിയാലും നിങ്ങളുടെ റാങ്ക് അത്രയും കുറവിലേക്കും വരാം. സോ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലെൻഡറായിട്ട് നമുക്ക് കണ്ണടച്ചിട്ട് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാം, അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺസ്. നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ കാർബൺസും അത് ആയിട്ടുള്ള റിയാക്ഷൻസും ആണ് വരുന്നത്. ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റൻസ്, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ 12th സ്റ്റാൻഡേർഡ്. 11th സ്റ്റാൻഡേർഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ നെയിമിംഗ് ഒക്കെയാണ്, അത് പിന്നെയും നമുക്കൊരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാൻ പറ്റും. പക്ഷേ 12th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തറവായിട്ട് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഈസി ആവില്ല, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ വരുള്ളൂ. ഓക്കെ, റിയാക്ഷൻ മെക്കാനിസംസ് നോക്കണം. എല്ലാ റിയാക്ഷൻ മെക്കാനിസത്തിനും, എസ്പെഷ്യലി നമ്മുടെ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറേൻസിൽ തന്നെ SN1 SN2 റിയാക്ഷൻ മെക്കാനിസം, E1 E2 റിയാക്ഷൻ മെക്കാനിസം എപ്പോഴാണ്, അതായത് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് ആൽക്കീനും നമ്മുടെ ഈതേഴ്സും ഒക്കെ വരുന്ന റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ആൽക്കഹോൾസിന്റെ റിയാക്ഷൻസിൽ വരുന്നതാണ്. അത് റിയാക്ഷൻ മെക്കാനിസം നന്നായ ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്ന റിയാക്ഷൻ മെക്കാനിസം, ഈതേഴ്സ് ആയിക്കോട്ടെ, ഈതേഴ്സിന്റെ SN1 റിയാക്ഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അതൊക്കെ നന്നായ റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചിട്ടും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. വിച്ച് ഡസ് ഇറ്റ്, അത് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് മിസ് റിയാക്ഷൻ മെക്കാനിസം പറയണം പറഞ്ഞാൽ നമുക്ക് റിയാക്ഷനൊക്കെ എഴുതാം. റിയാക്ഷൻ ഒന്നും എഴുതാൻ വരില്ല മക്കളെ. പക്ഷേ നീറ്റിനെ ബേസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റിയാക്ഷൻ മെക്കാനിസത്തിലൊക്കെ ഞാൻ ചാപ്റ്റേഴ്സ് വരുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ആസിഡ് കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ അത് വരുന്നില്ലേ, അതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H2SO4 പകരം അവിടെ D2SO4 ഒക്കെ തരും. അപ്പോൾ ആ റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഹൈഡ്രജന് പകരം എവിടെയാണ് ഡി എഴുതേണ്ടത്. അതായത് D2SO4 എന്ന് പറയും ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. അതേപോലെ H2O പകരം D2O തരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കോൺസെപ്റ്റ് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ളത്, അതേപോലെ റിയാക്ഷൻ്റെ പാത്വേ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ ഇരുന്ന് മക്കപ്പ് ചെയ്യും. മക്കളെ, മക്കപ്പ് ചെയ്യരുത്. റിയാക്ഷൻ മെക്കാനിസം എന്തൊക്കെയായാലും നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിക്ക് റിയാക്ഷൻ മെക്കാനിസം തമ്മിൽ, ഒരു റിയാക്ഷൻ മെക്കാനിസം വേറൊരു റിയാക്ഷൻ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ കണക്ഷനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, H2SO4, അപ്പോൾ ഈ റിയാക്ഷൻ തന്നെ വേറൊരു റിയാക്ഷൻ വരുമ്പോൾ അതിൻ്റെ മെക്കാനിസമായിട്ട് കണക്റ്റഡ്
കണക്റ്റഡ് ആയിരിക്കും. സോ അങ്ങനെ റിയാക്ഷൻ മെക്കാനിസം മഗ്ഗപ്പ് ചെയ്യാതെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ റിയാക്ഷൻ കൺവേർഷൻ നിങ്ങൾക്കറിയാം, ഒരു ഇപ്പോൾ 12th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിരുന്നു ചില റിയാക്ഷൻ കൺവേർഷൻ പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ നീറ്റിലും ചില റിയാക്ഷൻ കൺവേർഷൻസ് വരും, ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൺവേർഷൻസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതേപോലെ നെയിംഡ് റിയാക്ഷൻസ് യൂഷ്വലായിട്ട് നമുക്ക് അറിയണതാണ്, എല്ലാ നെയിംഡ് റിയാക്ഷൻസും നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെയിംഡ് റിയാക്ഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ലെത്തോളജിക്കായിട്ട് വിട്ടുന്ന ഒരു പോർഷനാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി. കാരണം നമുക്ക് ഇപ്പോൾ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ചോദിക്കുകയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏത് ബുക്ക് റെഫർ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഞാൻ ഒരുപാട് ബുക്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഫിസിക്കലിലും ഞാൻ പറഞ്ഞു കൊടുക്കും. ഇൻഓർഗാനിക് കെമിസ്ട്രി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് NCERT നോക്കിയാൽ മതി, ഇൻഓർഗാനിക് കെമിസ്ട്രി ഒരു ബുക്കും നിങ്ങൾ എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അങ്ങനെ ഞാനത് പറയുമ്പോൾ എന്താ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയേ ഉള്ളൂ, അത്ര എളുപ്പമാണോ ഇൻഓർഗാനിക് കെമിസ്ട്രി, ഇസ് ദാറ്റ് മച്ച് സിമ്പിൾ, അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുക. പക്ഷെ അങ്ങനെയല്ല മക്കളെ, ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണെങ്കിലും നിങ്ങൾ മറന്നു പോകാൻ ഭയങ്കര ചാൻസ് ഉള്ള സാധനമാണ്. പി ബ്ലോക്ക് എലമെന്റ്സ് ആയിക്കോട്ടെ, D&F ആയിക്കോട്ടെ, അതേപോലെ നിങ്ങളുടെ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ ഇൻഓർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, പക്ഷെ മറന്നു പോകാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഓർഗാനിക്കും ഇൻഓർഗാനിക് റിവിഷൻ എല്ലാം ചെയ്യണം, പക്ഷേ ഇൻഓർഗാനിക് ആയിരിക്കണം ഒരു സ്റ്റെപ്പ് ഹൈയിൽ നിൽക്കുന്നത്. കാരണം ഇൻഓർഗാനിക് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഓർഗാനിക് ഇങ്ങനെ നിങ്ങൾക്ക് മൂക്ക് പിടിക്കാൻ പറയില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടേ അവർ തരുള്ളൂ. അതായത് ഇൻഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് ഒരു പാറ്റേൺ ഉണ്ട് നീറ്റിന്, അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് അവർ ചോദിക്കുള്ളൂ. അതല്ലാതെ ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിക്കലൊക്കെ ആണെങ്കിൽ കാൽക്കുലേഷൻസ് ആയാലും അവർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടുത്താന്ന് പറയും. പക്ഷേ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ അങ്ങനെ ചെയ്യില്ല. അവരൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ അവർ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഭവമാണ്. നമ്മൾ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളത് നമ്മൾ അത്രയും നന്നായിട്ട് പഠിക്കാൻ വേണം. കാരണം നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതൊക്കെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. ഓക്കെ, സോ പീരിയോഡിക് ടേബിൾ, കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് എനിക്കറിയാം +1 +2 പിള്ളേർ പഠിക്കുന്നില്ല, അതായത് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നില്ല, പക്ഷെ നമ്മളിവിടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കീ ഫീച്ചേഴ്സ് നമുക്ക് അതിൽ എന്തൊക്കെയാണ്, നമ്മൾക്ക് മെമ്മറി ബേസ്ഡ്, ഞാൻ പറഞ്ഞല്ലോ മെമ്മറി നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവണം. എങ്ങനെ ഓർമ്മ ഉണ്ടാവുക, ചുമ്മാ ഒരു വട്ടം പഠിച്ചുകൊണ്ട് 2 വട്ടം പഠിച്ചുകൊണ്ട് ഓർമ്മ ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡി ബ്ലോക്കും പി ബ്ലോക്കും ഒക്കെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിന്റെ ആൻസർ എന്തുകൊണ്ടാണ് NH3 ഫോം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് NH5 ഫോം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവണം. ഓക്കെ, വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് പകുതി വായിക്കുമ്പോഴേക്കും അതിന് ആൻസർ നമ്മുടെ അടുത്ത് കിട്ടണം. അത് മാത്രമേ നമുക്ക് ഇൻഓർഗാനിക്കലി മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ പകുതി വായിച്ചു കഴിഞ്ഞാൽ ബാക്കി പകുതി ആകുമ്പോഴേക്കും അതിന് ആൻസർ നമുക്ക് കിട്ടുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ മാത്രം പറ്റാവുന്ന ഒരു സംഭവമാണ്. ഫിസിക്കലും ഓർഗാനിക്കും ഒന്നും അത് അത്രയും പോസിബിൾ അല്ല. അപ്പോൾ ഇൻഓർഗാനിക്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്യണം, അത് ലെത്തോളജിക്കായിട്ട് വിടരുത്, റാങ്ക് ബൂസ്റ്റർ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആർ സോ കോമൺ. ഇനി എങ്ങനെ പഠിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ NCERT നിങ്ങൾ NCERT അരച്ച് കളിച്ച് കുടിച്ചു. ഓർഗാനിക് കൂടി ഞാൻ പറയാം, NCERT നിങ്ങൾ എന്താ പറയുക, കുറച്ചൊക്കെ NCERT ഓർഗാനിക് ഹയർ ലെവൽ ഉണ്ടെന്ന് ഞാൻ പറയും. ഇൻഓർഗാനിക് നിങ്ങൾ NCERT മാത്രം പഠിച്ചാൽ മതി. അതേപോലെ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുണ്ട് ഇതില്ല, അങ്ങനെ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ അസഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ NH5 എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ PH5 എന്ന് പറയുന്നില്ല. PH5 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇല്ല, PCl5 ഉണ്ട്. സോ PH5 എന്ന് പറയുന്നില്ല, അതിൻ്റെ റീസൺ പറഞ്ഞിട്ട് അവർ തരും. ചിലപ്പോൾ ഈ റീസൺസിൽ ചിലപ്പോൾ കോമ്പൗണ്ട് ഇല്ല എന്നുള്ളത് സത്യമായിരിക്കും, പക്ഷെ റീസൺസ് അവർ തെറ്റായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ അതിനെക്കുറിച്ച് ഉണ്ടായാൽ മാത്രമാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മക്കളെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം 11th മോൾ കോൺസെപ്റ്റ് മുതൽ മോൾ കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ അറ്റോമിക് സ്ട്രക്ചർ, നമ്മുടെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, പിന്നെ ഇക്വിലിബ്രിയം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ സൊല്യൂഷൻസും ഉണ്ട് കേട്ടോ. അതിൽ മാറിയിരിക്കുകയാണ്, സൊല്യൂഷൻസും ഉണ്ട് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ, സൊല്യൂഷൻസും ഉണ്ട്. ഓക്കെ, അതിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നതിൽ നമുക്ക് ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് കൺവേർഷൻസിനെ കുറിച്ച്, അതായത് യൂണിറ്റ്സ് കൺവേർഷനെ കുറിച്ചിട്ട് അത്യാവശ്യത്തിലധികം ഒരു ഐഡിയ വേണം. അത്യാവശ്യത്തിലധികം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ വളരെ വേഗത്തിൽ കിട്ടുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ മോൾസ് തന്നെ മില്ലി മോൾസിൽ തരാം, ചിലപ്പോൾ ഗ്രാംസിലുള്ളത് KGയിൽ തരാം. അതേപോലെ അറ്റോമിക് സ്ട്രക്ചറുള്ള ബേസിലാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ആംസ്ട്രോങ്ങിൽ തരാം. തന്നിരിക്കുന്ന
ക്വസ്റ്റ്യൻ മീറ്ററിലായിരിക്കണം. അപ്പോൾ അതിന് ആംസ്ട്രോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആംസ്ട്രോങ്ങിലായിരിക്കും, വേവ് ലെങ്ത് ഒക്കെ ആണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. അപ്പോൾ അതിനെ വന്ന് ആംസ്ട്രോങ്ങിനെ വന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ കൺവേർഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ മിസ്റ്റേക്ക് വരുന്നത്. കൺവേർഷൻ്റെ ഒരു ചാർട്ട് നമ്മൾ ഈ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ 3 ചാപ്റ്റർ എടുത്തിരുന്നു. അതിൽ കൺവേർഷൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ PPT കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ PPT ആ ഒരു ലൈവ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കൺവേർഷൻ ചാർട്ടും കിട്ടും. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കൺവേർഷൻസ് അതിൽ എഴുതിയിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാൻ സ്ട്രെസ് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. കോൺസെപ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ കളി മാറും. കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുള്ള കളികളാണ് എല്ലാതും. അതായത് നമ്മൾ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത് എന്താ പ്രോബ്ലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. ആ പ്രോബ്ലം അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റിലേക്ക് തന്നെ നിങ്ങൾ കിടക്കണം. അതേപോലെ ഫോർമുലാസും ഡെറിവേഷനും. ഇവിടെ ഞാൻ പറയുന്നു അണ്ടർസ്റ്റാൻഡിങ് ദ ഡെറിവേഷൻസിനെ ഞാൻ പറയാറുള്ളൂ. ഞാൻ ഒരിക്കലും ഡെറിവേഷൻസ് ആരോടും ഞാൻ ബൈഹാർട്ട് പഠിക്കാൻ പറയാറില്ല. ഇത് ഇങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫോർമുലാസ് നിങ്ങളുടെ കയ്യിൽ വേണ്ടാണ്. അറ്റോമിക് സ്ട്രക്ചർ ആയിക്കോട്ടെ, തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. കെമിക്കൽ കൈനറ്റിക്സിലും ഒക്കെ എല്ലാത്തിലും ഉണ്ട്. സോ അത് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അതായത് ഡെറിവേഷൻസ് വന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കില്ല സ്കൂൾ എക്സാംസ് പോലെ. പക്ഷെ അത് എങ്ങനെ വന്നേന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾവിങ് എ ലോട്ട് ഓഫ് ന്യൂമറിക്കൽസ്, ഫോക്കസ് ആൻഡ് അക്യുറസി ആൻഡ് സ്പീഡ്. സ്പീഡാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരുപാട് പേര് ന്യൂമറിക്കൽസിൽ ഒരുപാട് സമയം കളഞ്ഞ് ബാക്കി ഇനോർഗാനിക്കും ഓർഗാനിക്കും ഒക്കെ ഈസി ക്വസ്റ്റൻസ് സ്കിപ്പ് ചെയ്യണ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ ന്യൂമറിക്കൽ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് ഐ എം വീക്ക് ഇൻ ന്യൂമറിക്കൽസ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽസ് ലാസ്റ്റ് ഹാൻഡിൽ ചെയ്യാം. അത് ഒരു വഴിയുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് നിങ്ങൾ വീക്കാണ്, എനിക്ക് കുറച്ചുകൂടി സമയം ന്യൂമറിക്കൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ സെറ്റ് ആക്കണം. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും അവിടെ എന്ത് ഫോർമുല നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട തരത്തിൽ നിങ്ങൾ സെറ്റ് ആകണം. ഇനി അതല്ല നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് സജസ്റ്റ് യു ടു അറ്റൻഡ് ഇൻഓർഗാനിക്, ദെൻ ഓർഗാനിക്, ദെൻ ഫിസിക്കൽ. അങ്ങനെയാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട. അതായത് നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള സമയം വേസ്റ്റ് ചെയ്യരുത്. ന്യൂമറിക്കൽസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഈ 33, 34, 33 റൂൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ ഇനോർഗാനിക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്, ഫിസിക്കൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എവിടെ നിങ്ങൾക്ക് സ്കോപ്പ് കൂടുതൽ, എവിടെ നിങ്ങൾക്ക് മാർക്ക് ഗെയിൻ ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതൽ എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി എന്താ പറയുക, വീക്കർ സെഷൻസ് ഉണ്ടാവില്ല. ചില വീക്കർ സെഷൻ, നിങ്ങളുടെ വീക്കർ സെഷൻസ് അല്ലെങ്കിൽ ചിലവരെന്താ ചെയ്യാച്ചാൽ ചിലവർ വന്നിട്ട് വീക്കർ സെഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. ചിലവർ വന്ന് സ്ട്രോങ്ങർ സെഷൻസ് അവോയ്ഡ് ചെയ്യും. അതായത് ഓക്കെ ഇത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. ചിലർ ഇത് എനിക്ക് അറിയില്ല, എനിക്കിത് പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യും. രണ്ടും തെറ്റാണ്, രണ്ടും ചെയ്യരുത്. അതേപോലെ ഓവറോൾ സ്കോർ മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി എങ്ങനെയാണ് വെയിറ്റേജ്, അതൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. എങ്ങനെയാണ് ആക്ച്വൽ വെയിറ്റേജ് എന്നതിനൊക്കെ കുറിച്ചിട്ട്. ഇനി ഞാൻ നിങ്ങളുടെ സജസ്റ്റ് ചെയ്യണ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് കേട്ടോ. സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. അതായത് സ്റ്റഡി 2 to 3 സബ്ജക്ട് ഡെയിലി ഇൻ റൊട്ടേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും എടുത്തിട്ടില്ല. ഫിസിക്സും ബയോളജി ഒന്നും എടുത്തിട്ടില്ല. കെമിസ്ട്രി മാത്രമേ എടുത്തിട്ടുള്ളൂ. കെമിസ്ട്രിയിൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഫിസിക്കലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി റൊട്ടേഷൻ അതായത് ഇപ്പോൾ കാലത്ത് നിങ്ങൾ ഫിസിക്കൽ ന്യൂമറിക്കൽസ്, ഈ കാലത്തും ഞാൻ എപ്പോഴും പറയാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തും അതേപോലെ മിഡ് നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്ത് ന്യൂമറിക്കൽസ് ചെയ്യുക. നമ്മുടെ ഈ തിയറി പോർഷൻ നമ്മൾ ഉറക്കം വരുന്ന സമയത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉറങ്ങുക ചെയ്യുക. നേരെ മറിച്ച് നമ്മളപ്പോൾ കുറച്ചുകൂടി ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണത്. ഞാൻ കുറച്ചുകൂടി ഉറക്കം വരുന്ന സമയത്ത് ഞാൻ പ്രോബ്ലംസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഉറക്കം വരുന്നത് എനിക്ക് കുറച്ചുകൂടി ഡിലേ ആക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് അതായത് മോർണിംഗ് നൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫിസിക്കലിന് ന്യൂമറിക്കൽസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോൾ യു ക്യാൻ ഗോ ഫോർ ദി ഓർഗാനിക് കോൺസെപ്റ്റ്സ്. ഈവനിങ് ഒരു 5 to 7 ഒക്കെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഓർഗാനിക് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പോകും. ഇറ്റ്സ് അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ യു ഗൈസ്. അത് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പ്രഷർ പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കളിക്കാൻ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഓർഗാനിക് ഇൻഓർഗാനിക് ഫിസിക്കൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ. സോ എനിക്കറിയാം യു വിൽ ബി ലിറ്റിൽ സ്ട്രെസ്ഡ്. നീറ്റ് സ്റ്റുഡൻസ് കുഴപ്പമില്ല മക്കളെ, നമുക്കിത് ഗോ ത്രൂ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് എഴുതുന്നുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻസ് വരുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് പേരുള്ളൂ. ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസേ ഉണ്ടായിരിക്കുള്ളൂ. അവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അവരായിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡോണ്ട് വെറി. നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ലൈവ്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റഡി മോർ, ഫോക്കസ് മോർ. നിങ്ങൾക്ക് എന്താണ്
ഏതാണോ ഇമ്പോർട്ടൻ്റ് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടിരിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.